പാലക്കാട് മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് SFI KSU ഫ്രട്ടേണിറ്റി കൂട്ടുകെട്ടാണ്. 10 വർഷങ്ങൾക്ക് ശേഷം MSFനെ പുതിയ സഖ്യം തോൽപ്പിക്കുകയും ചെയ്തു. MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി SFI പിന്തുണയ്ക്കില്ല, അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാവില്ല. പക്ഷേ ഈ SFI പിന്തുണച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവർക്കൊപ്പം ചേർന്ന KSU ശരത് ലാലിനോടും കൃപേഷിനോടും ഷുഹൈബിനോടും സാമാന്യ നീതി കാണിക്കണമായിരുന്നു എന്നൊക്കെ MSF വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM-ഉം കോൺഗ്രസും പിന്തുടരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് ക്യാമ്പസുകളിലേക്കും പടർന്നിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം MSFനെ SFI KSU ഫ്രട്ടേണിറ്റി കൂട്ടുകെട്ട് തോൽപ്പിച്ചു. പ്രധാന 5 സീറ്റുകളിൽ SFI വിജയിച്ചു. 3 സീറ്റുകൾ MSF നേടിയപ്പോൾ 1 സീറ്റ് ഫ്രട്ടേണിറ്റിക്കും ലഭിച്ചു. പാർലമെന്ററി രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ KSU MSFനെ വോട്ട് ചെയ്തില്ല. SFIക്ക് KSU ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് വോട്ട് ചെയ്യുകയും ചെയ്തു. കൂടാതെ ജനറൽ സീറ്റിലും മത്സരിക്കാതെ KSU മാറി നിന്നു. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് വാങ്ങിച്ചാണ് SFI വിജയിച്ചതെന്നും ശരത് ലാലിനോടും കൃപേഷിനോടും ഷുഹൈബിനോടും KSU സാമാന്യ നീതി കാണിക്കണമായിരുന്നുവെന്നും MSF വിമർശിച്ചു. ഗോവിന്ദ മാഷ് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി കൂട്ടുകെട്ടിക്കൊണ്ടാണ് SFI ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റിയുടെ 3 വോട്ട് SFI ചെയർമാൻ കാൻഡിഡേറ്റിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ള കൂട്ടർ എന്ന് പറയുന്നത് KSUക്കാരാണ്. എന്താണ് KSUക്കാരന്റെ നിലപാട്? KSUക്കാരന്റെ നിലപാട് എന്താണ്? രാത്രി ഒന്ന് പകലൊന്ന്. എന്താണ് KSUക്കാരന്റെ നിലപാട്? ആ കൃപേഷിനോടും ശരത് ലാലിനോടും ഷുഹൈബിനോടും സാമാന്യ മര്യാദയെങ്കിലും KSUക്കാരൻ കാണിക്കണമെന്ന് MSF പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് പോലും ക്രൂരമായ രീതിയിലേക്ക് നിലപാടെടുത്ത KSU ആണ് കല്ലടി കോളേജിലുള്ളത്. അത്തരത്തിലേക്ക് മുന്നണി മര്യാദ പാലിക്കാതെ അതിന്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മണ്ണാർക്കാട് KSU ഉള്ളത്. ഇത്തരം സംഗതികളോട് പ്രതികരിച്ച അല്ലെങ്കിൽ ഇത്തരം സംഗതികളിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിച്ച മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മണ്ണാർക്കാട് നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വ്യഭിചാരമാണെന്ന് പറഞ്ഞു വെക്കാൻ MSF ആഗ്രഹിക്കുകയാണ്. അതേസമയം യാതൊരു രാഷ്ട്രീയ നിലപാടും ഇല്ലാത്തവരാണ് SFIയും KSUവുമെന്ന് വ്യക്തമായതായി ABVP വിമർശിച്ചു. ജനം, പാലക്കാട്.